ഹലോ അസ്സാം വലൈക്കും. ഒരു 10-12 ദിവസം വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ മറന്നിട്ടുണ്ടാവും അല്ലേ? മറക്കാത്തവരും ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടും പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ചിട്ടും ഒക്കെ ചോദിക്കുന്ന ആളുണ്ട്. ഈ ജെയ്ത്തൂൻ്റെ സംഭവത്തിന് എന്താ പറ്റിയ, ചാനലിന് എന്താ പറ്റിയ, വീഡിയോസ് ഒന്നും കാണാത്തതെന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിന്. ഒത്തിരി സന്തോഷം. എന്തായാലും എന്നെ ഒരു 10-11 ദിവസത്തോളം കാണാതെ പോകുമ്പോഴേക്കും ഇത്രത്തോളം എൻക്വയറീസ് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇടാത്തതിന് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ, ഇപ്പോൾ കുറേ തിരക്കും കുറച്ച് ഓർഡേഴ്സിൻ്റെ തിരക്കും എല്ലാം ആയതുകൊണ്ടാണ് ഇങ്ങനെ പോയിന്. അപ്പം ഒരു 12 മിനിറ്റിൻ്റെ വീഡിയോ ഒന്നും ആരും സ്കിപ്പൊന്നും ചെയ്തേക്കില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നതിന് നല്ല ഈദ് സ്പെഷ്യലായിട്ട് മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായി. എൻ്റെ വീഡിയോ ഒന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്നൊരു അച്ചാറാണ്. പിന്നെ ഈ നോമ്പിൻ്റെ ഓർഡർ എടുക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ നോമ്പ് ഒരു മാസമായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല. ഫുള്ള് ബിസി തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു മാസത്തിന് ശേഷം ഫ്രിഡ്ജ് ഒന്ന് റാഹത്താക്കി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഒരു സന്തോഷമൊന്നും ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പം ഫ്രിഡ്ജിൽ ഇതാണ്ട ഫ്രീസറിൻ്റെ സൈഡൊക്കെ നല്ല ഒരു സ്നാക്സും ഇല്ലാണ്ട് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നത് കുറേ നാളിന് ശേഷം കാണുന്നതെന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെരുന്നാളിൻ്റെ തലേന്നത്തെ വിശേഷങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഓർഡറിൻ്റെ വ്ളോഗായിട്ടൊന്നും കാണണ്ട കേട്ടോ. കുറേ കാര്യങ്ങൾ മിക്സ് ആക്കിയിട്ട് ഒരു 12 മിനിറ്റ് തട്ടിക്കൂട്ട് വ്ളോഗാക്കിയതാണ്. കാരണം എല്ലാ വിശേഷങ്ങളും എനിക്ക് ഇതിൽ തന്നെ പറഞ്ഞു തീർക്കണമല്ലോ. സെപ്പറേറ്റ് ഓരോന്ന് പറയുന്ന ടൈപ്പ് അല്ലല്ലോ ഞാൻ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് നോമ്പിൻ്റെ തലേന്നാണ്. പിന്നെ ഇതെന്തിനാ ഇത്രപാട് ആക്കുന്നതെന്ന് ചിന്തിക്കേണ്ട, കുറച്ചധികം ആക്കാനുണ്ടായിന് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കുറച്ച് 1-2 ഫാമിലീസും കുറച്ച് ആൾക്കാരിലായിട്ട് ഫുഡ് വേണം. അപ്പോൾ അതിൻ്റെ തലേന്നത്തേക്കുള്ള പ്രിപ്പറേഷൻസാണ് കാണുന്നത്. പിന്നെ ഇത് ഫുള്ള് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ക്വാണ്ടിറ്റി ചോറും ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉമ്മാനെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പെരുന്നാളിൻ്റെ അന്നേക്ക് ആരെങ്കിലും വരുമ്പോൾ ജസ്റ്റ് ഒരു സ്വീറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ. പുഡിങ്ങും കേക്കും എല്ലാം ഉണ്ടാക്കി വെക്കുന്ന ആളുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വെറൈറ്റി അല്ല, മിക്സഡ് എന്നെല്ലാം പറയില്ലേ, അതായത് ഫ്രൂട്ട് സലാഡും സേമിയ പായസവും പിന്നെ എന്താ പറയുക കസ്റ്റർഡും അതെല്ലാം കൂടി മിക്സ്ഡ്. ആദ്യം സേമിയ ഒന്ന് വേവിച്ച് അതിൽ ഒരു 5-6 പാക്കറ്റ് പാൽ പൊട്ടിച്ച് വെച്ച് അതിൽ കസ്റ്റർഡും കൂടി കലക്കി വെച്ച്. അപ്പോൾ അത് മൊത്തത്തിലൊരു മിക്സഡ് ടേസ്റ്റായി. പിന്നെ ഒരു ടിന്ന് മൊത്തത്തിൽ മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതിൽ ഫുള്ള് കട്ട് ഫ്രൂട്ട്സ് ഇട്ട് അതൊന്ന് സെറ്റാക്കി വെച്ച് പിന്നെ പെരുന്നാളിൻ്റെ അന്ന് വന്നവർക്ക് അതിൽ ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് വന്നിട്ടാണ് കൊടുത്തിട്ടുണ്ടായിന്. എല്ലാം മിക്സായിട്ട് ഒരു വെറൈറ്റി സാധനം ആയാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സേമിയൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ തലേന്ന് രാത്രി ഇത് ഒരുവിധം എല്ലാ പ്രിപ്പറേഷൻസും തയ്യാറാക്കി കഴിഞ്ഞിട്ട് കുറേ ഫ്രൂട്ട്സൊക്കെ മുറിച്ചിട്ടിട്ട് അതും കൂടി ചെയ്തിട്ട് കിടക്കാമെന്നുള്ള തീരുമാനത്തിലുണ്ടായിന്. സമയം ഏകദേശം നല്ലോണം പോകുന്നുണ്ട്. 2:45 ഏകദേശം ആ ടൈം തന്നെ ആയി. പിന്നെ ഒരു 8 മണി ആ സമയത്ത് തന്നെ പെരുന്നാൾക്ക് നിസ്കാരമെല്ലാം തുടങ്ങൂലേ. പിന്നെ ഈ അയൺ ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. കാരണം ഓൾറെഡി എല്ലാ പെരുന്നാളും പോലെ അല്ലാണ്ട് കുറച്ചധികം പണിയുള്ളതുകൊണ്ട് തന്നെ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഫ്രൂട്ട്സ് എല്ലാം ഇതാ സെറ്റാക്കി ആ ഒരു നല്ല ഡ്രിങ്കെല്ലാം തയ്യാറാക്കി. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റൂല കേട്ടോ, ഒരു സ്പൂണോട് കോരി കുടിക്കേണ്ട പരുവാന്ന്, ഡ്രിങ്കല്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ കിച്ചണെല്ലാം പറ്റുന്ന രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം കൂടി മിക്സ് ആയാൽ രാവിലെ പിന്നെ എണീച്ചാൽ പള്ളിയിലെ നിസ്കാരമെല്ലാം അവിടെ നിന്ന് തന്നെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് അത്യാവശ്യം പറ്റുന്ന രീതിയിലൊന്ന് കിച്ചണെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ പോയിട്ടുണ്ടായിന്. പിന്നെ ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി വെക്കണ്ടേ, പെരുന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വെക്കുന്നുണ്ടായി. ഞാൻ കുറേ നാളായി ഇങ്ങനത്തെ പരിപാടി തുടങ്ങി, സ്നാക്സിൻ്റെ പരിപാടി തുടങ്ങിയിട്ടായാലും അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇങ്ങനത്തെ പരിപാടിയിലേക്കൊന്നും നിൽക്കലേ ഇല്ല. പക്ഷേ ഇതെന്തോ ഒരു ആഗ്രഹം മാത്രമല്ല, ഇത് എനിക്കൊരാൾ അയച്ചെന്ന് തന്നിട്ട് ആ ഒരു സബ്സ്ക്രൈബർ അവർ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് നെയിൽക്കോണും പിന്നെ അതുപോലെ തന്നെ കയ്യിൽ വെക്കുന്ന മൈലാഞ്ചിയിലും ഇത് ഏകദേശം സമയം കാണിച്ചിരുന്നുണ്ട്. ഒരു 3:50 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴേക്കാണ്. അപ്പം നല്ല ഒരു അടിപൊളി മൈലാഞ്ചിയാണ്, നല്ലോണം നഖയിലും ചുവന്ന മൈലാഞ്ചിയാണ്. അത് വാങ്ങുന്നവർക്ക് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ ഇതാ ചോറിനുള്ള മസാലയെല്ലാം റെഡിയാക്കിയതിന് ശേഷം രാവിലെ തന്നെ മക്കളെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. 3 പേർക്കും ഞാൻ ഇപ്രാവശ്യം ഒരുപോലത്തെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിന്. മാഷാഅല്ലാഹ് ഒരു വൈറ്റും പിങ്കും തീമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഇത് ഒരുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവരെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് രണ്ടാളെ ഇങ്ങനെ മാറ്റി കുളിപ്പിച്ചിട്ടെല്ലാം ഇരുത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 8-8:30 മണിക്കെല്ലാം ഇങ്ങനെ എണീപ്പിച്ച് കുളിപ്പിച്ച് മാറ്റിയിരുത്തേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ പെരുന്നാൾ ദിവസമല്ലേ, കുറച്ച് എന്താ പറയുക, ഈ ആണുങ്ങൾ പള്ളിയിൽ നിന്നെല്ലാം ഇറങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഫുഡെല്ലാം റെഡിയായി എല്ലാവരും കുളിച്ച് മാറ്റി പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് നിൽക്കുന്നത് കാണാൻ വേറെ തന്നെ ഒരു എന്താ പറയുക, വേറെ തന്നെ ഒരു വൈബാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അല്ലാണ്ട് കുട്ടികൾക്ക് ഉറക്ക് തെളിഞ്ഞിട്ട് ഞാനിങ്ങനെ എണീപ്പിച്ചിരുത്തിയതൊന്നുമല്ല. ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേൽപ്പിച്ച് കുളിച്ച് മാറ്റിയിട്ട് വെറുതെ ഇങ്ങനെ ഒരുക്കി നിർത്തിയതാണ്. അങ്ങനെ രാവിലെ തന്നെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം പെട്ടെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കെല്ലാം കൊടുക്കേണ്ടതല്ലേ. പിന്നെ കുറേ ഫാമിലീസ് എല്ലാം വന്ന് ഹസ്ബൻഡിൻ്റെ ഉമ്മ വീടുള്ളതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും എൻ്റെ വീട്ടിലാണ് ആ ഒരു ടൈം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർ വരുത്തും ചോറിൻ്റെ പരിപാടിയും പിന്നെ അത് മറ്റേ കണ്ടെയ്നറില്ലേ സ്റ്റീലിൻ്റെ കണ്ടെയ്നറിൽ നിറക്കലെല്ലാം ആയിട്ട് കഴിഞ്ഞ്.
പിന്നെ പെരുന്നാൾക്ക് കുറേ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ, ഞാനൊന്നും എടുക്കാനിട്ടാണ്. നെയ്പ്പത്തിരിയും ബീഫും ചിക്കനും എന്തൊക്കെയോ സാധനങ്ങൾ കുറേ ആളിങ്ങനെ കാര്യമായിട്ട് പറയുന്നുണ്ടായിന്. ഞാൻ എല്ലാവരോടും സോറി, ഞാൻ എടുക്കുന്നില്ല എന്ന് പറയുന്നതിന്. കാരണം എന്തായാലും നടക്കൂല. എൻ്റെ പെരുന്നാളും എൻ്റെ മക്കളെ ഒരു ഹാപ്പിനെസ്സും പിന്നെ എൻ്റെ ഈ ഫുഡ് ഉണ്ടാക്കലെല്ലാം മുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പെരുന്നാൾക്ക് ഞാൻ ഓർഡർ എടുത്തിട്ടേ ഉണ്ടായിട്ടില്ല. അത് ഒരു കണക്കിന് ഭാഗ്യമായെന്ന് വിചാരിക്കുന്നു. കാരണം പെരുന്നാൾക്ക് ഓർഡർ എടുത്താൽ അതിൻ്റെ കഷ്ടപ്പാട് പറയുന്നേക്കുമ്പോൾ ഭാഗ്യമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പെരുന്നാളിൽ സിമ്പിളായിട്ട് കഴിഞ്ഞ്. പിന്നെ ഇത് ഒരു 2 ദിവസത്തിന് ശേഷം മോളെ സ്കൂളിലൊരു വാർഷികം ഉണ്ടായിന്. അപ്പോൾ മോളിപ്പോൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലായതുകൊണ്ട് ഓളെ ലാസ്റ്റ് ഇയറാണ്. ആ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഇല്ല. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഓളെ നിർബന്ധം കൊണ്ട് പോയതാണ്. ലാസ്റ്റ് ഇയർ അല്ലേ, ഇനി വരാനൊന്നും പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് പോയോണ്ട് ജസ്റ്റ് ചെറിയ ചെറിയ വീഡിയോസിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ഇത് ഒരു ദിവസത്തെ വ്ളോഗോ അല്ലെങ്കിൽ കുക്കിംഗ് വ്ളോഗോ ഓർഡേഴ്സ് വ്ളോഗോ ഒന്നുമല്ല, മിക്സ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. മോള് ഡാൻസ് കളിക്കുന്നതോ ഒപ്പന കളിക്കുന്നതോ ഒന്നും ഞാൻ പേഴ്സണലായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല, വോളിയം കൊടുക്കുന്നില്ല. അതിൻ്റെ റീസണ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന കറിയായിരിക്കും, എന്തായാലും കോപ്പിറൈറ്റ് വരും. ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവിടെ നല്ല ഉച്ചയ്ക്ക് നല്ല ഫുഡെല്ലാം ഉണ്ടായിന്. കുറേ ദിവസമായിട്ട് നോമ്പും പെരുന്നാളല്ലാണ്ട് ഫുള്ള് ചിക്കനും ബിരിയാണിയല്ലേ. അപ്പോൾ സേറുമോളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ടായിരുന്നു നമ്മളെ സാധാരണ ചോറും കാര്യങ്ങളെല്ലാം. മോളെ പരിപാടി അതിന് അവിടെ വീട്ടിലേക്ക് വന്നിന്. കുറേ ഒന്നും നിന്നിട്ട് രാത്രി വരെ നിന്നിട്ടൊന്നുമില്ല. പരിപാടി രാത്രി വരെ ഉണ്ടായിന്. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിന്. വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലെത്തിയരാന്ന് ഒരു 2-3 ആൾ എന്നോട് ചാമ്പക്കും പച്ചമാങ്ങക്കൊക്കെ ഏൽപ്പിച്ചത് ഓർമ്മ വന്നത്. വീട്ടിൽ തന്നെയുള്ള മരമാണ്, പക്ഷേ ഈ പറിക്കാനും ആക്കാനൊന്നും സത്യം പറഞ്ഞിപ്പം സമയമേ കിട്ടലില്ല. അപ്പം ഇത് ആ ഒരു ടൈം ഓർമ്മ വന്നുകൊണ്ട് തന്നെ മരയിൽ 2 കുലുക്കിയിട്ട് കുറച്ച് ചാമ്പയ്ക്കും പച്ചമാങ്ങയെല്ലാം പറിച്ച് സെറ്റാക്കി അവരെല്ലാം ഫോൺ വിളിച്ചിട്ടില്ല അതെല്ലാം ഒന്ന് കൊടുത്തയച്ചു. കാരണം അവരന്നേ എൻ്റെ അടുത്ത് പറഞ്ഞാന്ന് കൊടുത്തയക്കണമെന്ന്. മറ്റേ മാങ്ങ ഉണ്ടായിന്, അതായത് പറങ്കി മാങ്ങില്ലേ, അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഓർമ്മിച്ച് കൊടുത്തയച്ച് പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി ഓർഡേഴ്സിലേക്ക് കിടന്ന്. അതായത് നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ദിവസം 2-3 ദിവസം മാത്രമേ ലീവ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ജെയ്ത്തൂൻ റീസ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടുമ്പോഴേക്കന്നെ മാഷാല്ലാ അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഓർഡർ കിട്ടുന്നുണ്ട്. ഇപ്പോഴും കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്രേ. പക്ഷേ ഷോർട്സ് ഇടലും വീഡിയോ ഇടലും കുറവായതുകൊണ്ട് കുറേ ആൾക്ക് ഡൗട്ടുണ്ട്, ഇതെന്താ പറ്റിയ നിർത്തിയാ നീ മറ്റേ പെരുന്നാളോട് കൂടി നിർത്തിയാന്നൊക്കെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. നിർത്തിയിട്ടൊന്നുമില്ല, അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വീഡിയോ എടുക്കാനും ഇടാനും സമയം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൾഫിലേക്കുള്ള കുറച്ച് കല്ലുമ്മക്കായൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം പിന്നെ ഞാൻ ഈ മുമ്പിലെ വ്ളോഗിലെല്ലാം ഏകദേശം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാത്തത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു 10-13 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ആകെ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇങ്ങനെ കണ്ടു പോകുന്നതിൻ്റെ ഇടയിൽ ലൈക്കും ഷെയറൊന്നും ആരും മറക്കണ്ട കേട്ടോ. കണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്താൽ എല്ലാവരും ബാക്ക് അടിച്ചിട്ട് അങ്ങ് പോയി പോകും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും, വീഡിയോനെ കുറിച്ചിട്ടോ അല്ലാണ്ടോ എന്തെങ്കിലുമായിട്ട് ഒന്ന് കമൻറ്റും കൂടി ചെയ്യും. ഇനി പ്രത്യേകിച്ചൊന്ന് കമൻറ്റ് ചെയ്യാനില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. അൽഹംദുലില്ലാ എന്നോ എങ്ങനെയെങ്കിലായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറ്റുന്ന രീതിയിൽ ഒരു കമൻറ്റും ലൈക്കും ഷെയറെല്ലാം മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളൊരു സപ്പോർട്ടും സ്നേഹം ഇല്ലോണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും വീഡിയോസ് ഇടാനും എല്ലിനും എനിക്ക് പ്രചോദനമാകുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വ്ളോഗ്സിനും ഇങ്ങനത്തെ വീഡിയോസിനൊന്നും ഇപ്പം വലിയ വ്യൂസ് ഒന്നും കിട്ടൂല. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും മറ്റുള്ളവരെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാനും മറ്റുള്ളവരെ ഇഷ്യൂ അറിയാനല്ലാന്ന് ഭയങ്കര ഒരു മറ്റുള്ളവരെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവില്ലേ. ഫാമിലി വ്ളോഗേഴ്സിനെല്ലാം ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലി ഇഷ്യൂസ് ആയിട്ടും. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ലാതിരിക്കട്ടെ, നമുക്കൊന്നും എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കും ഇല്ലാതിരിക്കട്ടെ. എന്നാലും ഞാൻ പറയുന്നത് മറ്റേ യൂട്യൂബിൻ്റെ ആയാലും ഇൻസ്റ്റയിലായാലും ഫാമിലിയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇഷ്യൂസ് അടിപിടി അങ്ങനത്തെ എല്ലാം വീഡിയോസിന് ഒരുപാട് വ്യൂസും ലൈക്കെല്ലാം കിട്ടും. നമ്മളെപ്പോലെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതോ ഒന്നും കാര്യത്തിന് പ്രത്യേകിച്ച് ആരും വ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോലെയുള്ളവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്കട്ടാ. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു MS-ൻ്റെ ഹെയർ ഓയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിന്, ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അത് വന്നിട്ടുണ്ടായിന്. എൻ്റെ ബ്രദറിനും എനിക്കും വേണ്ടിയാണ്. ബ്രദർ യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്ന് ഞാനും കൂടി വാങ്ങി നോക്കിയതാണ്. അത് യൂസ് ചെയ്തിട്ട് ഇൻഷാല്ലാ അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ കുറച്ച് സ്ഥിരം നമ്മളെ പരിപാടി തന്നെ കേട്ടോ, എന്താ പറയുക, കായയുടെയും ചിക്കൻ റോളും. അത് വിട്ടിട്ട് ഒരു കളിയില്ല നമ്മളെ കണ്ണൂർക്കാർക്ക്, പ്രത്യേകിച്ചില്ല. ഇനി നോമ്പായാലും പെരുന്നാളായാലും സീസൺ ടൈം ആയാലും സീസൺ ടൈം അല്ലെങ്കിലും ഈ 2 സാധനം ഫ്രീസറിലുണ്ടെങ്കിൽ ചിലവാകുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് കുറവില്ല. അത് സ്ഥിരമൊന്ന് ആര് എങ്ങനെ വന്നാലും ഫോൺ വിളിച്ചാൽ ഫസ്റ്റ് ചോദിക്കുന്നത് ചില ആൾ കാര്യമായിട്ട് വിളിച്ചിട്ട് എന്തൊക്കെയില്ലെന്ന് ചോദിക്കും. ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് പണിൻ്റെ ഇടയിൽ എല്ലാ പേരും പറഞ്ഞു കൊടുത്താലും ലാസ്റ്റ് പറയും കായയുടെ റോളും. അത് 2 വാങ്ങുന്ന ആളുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ ആ ഒരു ഓർഡർ തന്നെയാണ്. അതെന്തായാലും എല്ലാ സീസണിലും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണല്ലോ.
ഇതിലിങ്ങനെ ഉള്ളി മുറിക്കാൻ തുടങ്ങിയ ശേഷം മറ്റേ രീതിയിൽ ഉള്ളി മുറിക്കാനും നല്ല രീതിയിൽ എനിക്ക് മടി വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ സൗകര്യങ്ങൾ കൂടുന്നതിന് മനുഷ്യന്മാരെ മടി കൂടുമെന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല, നല്ല മടി എന്ന് പറഞ്ഞാൽ നല്ല മടി. ചെറിയൊരു കറി വെക്കണമെങ്കിൽ ഒരു മെഷീൻ എടുത്താലോ എന്നുള്ളൊരു ചിന്ത വരുന്നു. മറ്റേതാകുമ്പോൾ ഇങ്ങനെ മുറിക്കണ്ടേ. അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ അല്ലേ. പണ്ടിപ്പോൾ അമ്മിയിൽ അരച്ച ആൾ കുറച്ച് കാലം കഴിഞ്ഞ് മിക്സി വന്നപ്പോൾ അമ്മീനെ മറന്നു എല്ലാവരും. അതുപോലെ ഓരോരോ സൗകര്യങ്ങൾ കൂടുന്നതിന് നമ്മളെ മടിയും കാര്യങ്ങളെല്ലാം കൂടിക്കൂടി വരും. അത് സ്വാഭാവികം മനുഷ്യ സഹജമായിട്ട് ഉണ്ടാകുന്നൊരു സംഭവമാണല്ല. അതുപോലെ മൈദ കുഴക്കലും എല്ലാം ഞാൻ ഈലെന്നെ ഇപ്പം ചെയ്യൽ. ചെറിയ ചെറിയ പണികൾക്ക് വരെ ഈലെന്നെ ചെയ്യൽ. എടുക്കാനാ മക്ക് പണിയുണ്ടടാ. എന്തിനാ എടുക്കുന്നത്? 5 മിനിറ്റ് എടുത്താൽ മതിയാ? എന്നിട്ട് പേ തായലിറങ്ങണേ. എന്നാ സേറമോള് പിന്നെ എവിടെ കളിക്കാൻ പോയാലും ജസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ എടുക്കും ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ എടുക്കേണ്ട പ്രായം തന്നെയല്ലേ. ഏകദേശം ഒരു 2.5 വയസ്സ് മാത്രമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ദേഷ്യം പിടിച്ചിട്ടില്ല പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കും. പിന്നെ വാശിയും കരച്ചിലും എൻ്റെ പണികൾ മൊത്തം കൊളാവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് കൊഞ്ചിച്ചിട്ട് തായലിറക്കിയാലോള് ഹാപ്പി ആവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും പറയണ്ട, നമ്മളെല്ലാം എടുത്ത് നടക്കുന്ന പ്രായത്തിൽ ഉമ്മ ഫുള്ള് സ്നാക്സ് ആക്കലും സെയിൽ ചെയ്യലല്ലേ എന്ന് പറയണ്ടല്ലേ. അപ്പോൾ വീഡിയോയിലെല്ലാം അവിടെ നിന്നോട്ടെ, നല്ലതാണ്. അപ്പോൾ കുറച്ച് വലുതായിട്ടാകുമ്പോൾ വീഡിയോയിൽ നോക്കുമ്പോൾ ഉമ്മ ഇത്രയും പണിൻ്റെ ഇടയിൽ എന്നെ എടുക്കാനും സമയം കണ്ടെത്തിയെന്നല്ലേ ഓളും കാണുമല്ല. ഈ ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ട കടികളെ ഓർഡർ കുറച്ചേ ഉണ്ടായിട്ടില്ല കേട്ടോ, വലിയതൊന്നല്ല. ഒരു 20 ആ ഒരു അളവിലാണ് ഫ്രൈ ചെയ്ത് കൊടുക്കേണ്ട ഓർഡർ ഉണ്ടായിന്. പിന്നെ നമ്മളെ സാധാരണ കുംസി, കണ്ണൂർക്കാരെ മുട്ട അടിച്ചിട്ടുണ്ടാക്കുന്ന കുംസിയാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ക്യാരറ്റ് കുംസി, കായ് കുംസി എന്നെല്ലാം പറയല്ലേ, അങ്ങനെ ഒരു ഫ്ലേവറബിൾ അല്ലാത്ത വെറും മുട്ട മാത്രം ബീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന കുംസിയാണ് ആ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ വീഡിയോസിൽ മറ്റേ ഹെൽപ്പർ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഹെൽപ്പർ ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ട് കുറേ ആൾ വിളിക്കുന്നുണ്ട്. ആക്ച്വലി അതിന് ഞാൻ പ്രോപ്പറായിട്ടുള്ള മറുപടി തരാത്ത എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ആളാണെങ്കിൽ വന്നിട്ട് കാര്യമുള്ളൂ. കാരണം ഈ വീഡിയോസ് കാണുന്നതൊന്നും നോക്കണ്ട, നമ്മളിപ്പോൾ ഭയങ്കര സെറ്റപ്പ് ആയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം എന്നെക്കൊണ്ട് ഈ ലാഭത്തിൽ നിന്ന്, അതായത് ഇത് ചെയ്തിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന ചെറിയൊരു തുക പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ വലിയ വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്ന് പറയുമ്പോൾ അവരെ യാത്രാ ചെലവും അവരെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ചെറിയ പൈസ കൊടുക്കൽ അവർക്കും വിഷമമാണ്, എനിക്കും വിഷമമാണ്. അപ്പം എൻ്റെ നാട്ടിലുള്ളവർക്കോ എൻ്റെ നാട്ടിൻ്റെ പരിസരത്തുള്ളവർക്കോ മുൻഗണന കൊടുത്തിട്ട് ഞാൻ ഹെൽപ്പർ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, ദൂരെ നാട്ടിലുള്ള ആൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻഷാല്ല നോക്കാമെന്നൊക്കെ മറുപടി തരുന്നത്. അല്ലാണ്ട് ജാടയെന്ന് അല്ലാണ്ട് റീപ്ലൈ തരുന്നില്ല അങ്ങനെയൊന്നും ആരും സത്യം പറഞ്ഞാൽ ചിന്തിച്ചേക്കല്ല കേട്ടോ. ആ ഒരു റീസൺ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഹെൽപ്പർ ആവശ്യമുണ്ട്, അത്യാവശ്യമൊന്ന് സത്യം പറഞ്ഞാൽ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യമില്ലോണ്ടാണ് അതിന് മറുപടി തരാത്തത്. അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം.